ഹായ് ഫ്രണ്ട്സ്. സോ ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിലെ എല്ലാ മോഡൽസുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശതമാനം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശതമാനം എന്നത് 100ൻ്റെ ഭിന്നസംഖ്യയെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ അനുപാതമാണ്. അതായത് 100ൽ എത്ര എന്ന് പറയുന്നതാണ് ശതമാനം. ഇപ്പം നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയിൽ ഒരു 50 മാർക്ക് കിട്ടിയെങ്കിൽ നമ്മൾ പറയും എന്താണ് കിട്ടിയത് 50% പറയും. ഓക്കെ, ഇനി 100ലല്ല ഉള്ളതെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെ 100ലേക്ക് മാറ്റണം. ഞാൻ എക്സാമ്പിൾ പറയണം. ഇപ്പോൾ 500 മാർക്കിൻ്റെ പരീക്ഷയിലാണ് പെർസെൻറ്റേജ് കാണുന്നതെങ്കിൽ ഈ 500നെ 100ലേക്ക് മാറ്റുമ്പോൾ 500ൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അതിനെ 100ലേക്ക് മാറ്റി പറയുന്നതാണ് ശതമാനം എന്ന് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ മാറ്റുന്നതെന്നുള്ളതൊക്കെ അത് കറക്റ്റായിട്ട് അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യയെ ശതമാനമാക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഒരു ഭിന്നസംഖ്യ തന്നെന്ന് വിചാരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 3/4. ഇപ്പോൾ 3/4 എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കാണുക? 3/4 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചാൽ 4 100ൽ എത്ര പ്രാവശ്യം പോകും? 25 പ്രാവശ്യം പോകും. അപ്പോൾ 25ന് 3 എത്ര വരും? 75 എന്ന് വരും. അപ്പോൾ 75% എത്ര? 3/4ൻ്റെ ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 3/4 എത്രയാണ്? 75%. ഇനി ശതമാന രൂപത്തിലുള്ള സംഖ്യയെ ഭിന്നസംഖ്യ ആക്കുന്നതിന് എല്ലാ ദശാംശ സംഖ്യ ആക്കുന്നതിന് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ 40% എന്ന് പറയുന്നത് എത്രയാണ്? 40% എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ 40% എന്നുള്ളത് 40/100 അപ്പോൾ 40/100 ഒന്ന് ചെറുതാക്കിയാൽ 4/10 എന്ന് കിട്ടും, അല്ലെങ്കിൽ 2/5 എന്ന് കിട്ടും. അപ്പോൾ ശതമാനത്തിന് ഭിന്നസംഖ്യയിലേക്ക് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കുക. അതേപോലെ ഭിന്നസംഖ്യയെ ശതമാനത്തിലാക്കി മാറ്റാൻ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 1/3 എന്നത് ശതമാനത്തിൽ പറഞ്ഞാൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1/3നെ ശതമാനത്തിലാക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിച്ചാൽ 100/3 എന്ന് വരും. 100/3 എന്ന് വെച്ചാൽ എത്രയാണ്? 33.3. അതായത് 33 1/3 എന്ന് വരും കേട്ടോ. അത്രയും ശതമാനമാണ്. 33 1/3 ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി നമ്മൾ നോർമലി ചില ഫ്രാക്ഷൻ, അതായത് ഭിന്നസംഖ്യയും അതിൻ്റെ ശതമാനം എത്രയാണെന്നുള്ളത് ചിലത് എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചട വെക്കും, കുറേ കൂടി പെട്ടെന്ന് സ്പീഡായിട്ട് കണക്ക് ചെയ്യാം. ഇപ്പോൾ 100% എന്നുള്ളത് 1 അതായത് ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യ, ഇപ്പം ഞാൻ 10 പറയണം. 10ൻ്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, 10 തന്നെയായിരിക്കും വരിക. ഇനി 50% എന്ന് ചോദിച്ചാലോ അതിൻ്റെ 1/2 ആയിരിക്കും. അതായത് അതിൻ്റെ പകുതിയായിരിക്കും 50% എന്നുള്ളത്. അതിന് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം ഒന്നും പഠിക്കണ്ട, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മാത്രം മതി. ഇപ്പോൾ 25% എന്ന് വെച്ചാൽ എത്രയാണ്? 1/4. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ് ഇപ്പോൾ 500ൻ്റെ 25% കാണാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കണ്ടാൽ മതി? ഇനി 500ൻ്റെ 1/4 കണ്ടാൽ മതി. അപ്പോൾ 500 × 1/4 ചെയ്യാം. ഓക്കെ, 500 × 1/4 ചെയ്താൽ എത്ര കിട്ടും? 125 കിട്ടും. അപ്പോൾ 500ൻ്റെ 25% എത്രയാണ്? 125. അതേപോലെ 20% എന്ന് പറയുന്നത് 1/5. ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് ആ സംഖ്യയുടെ 1/5 ഭാഗമാണ്. ഇനി ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിൽ 10% 1/10 ആണെന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ അതിൽ നമുക്ക് വരുന്നത് 1/20, അത് 4%. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. പിന്നെ നോർമലി ഇത് പഠിച്ചു വെക്കാറുണ്ട്. 33 1/3% എന്നുള്ളത് 1/3. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റണേ. അതായത് 1/2 എന്ന് വെച്ചാൽ 50% ആണെന്നുള്ളത് എന്ത് ചെയ്യണം? അതും ഒന്ന് ഓർത്ത് വെക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചു വെക്കുന്നതാണിത്. ഇനി അടുത്തതിൽ എക്സിൻ്റെ y% എന്ന് പറയുന്നത് x × y/100 ആയിരിക്കും. ഇതാണ് പെർസെൻറ്റേജ് കാണുന്ന കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കേട്ടോ. ഇതാണ് ഫുൾ ഇക്വേഷൻ, ഒരു പെർസെൻറ്റേജ് കാണുന്നത്. ഇപ്പം ഞാൻ പറയാം നിങ്ങളോട് 400ൻ്റെ 25% കാണണം. 400ൻ്റെ 25% കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 400 × 25/100 ചെയ്യാം. 400 × 25/100. ഓക്കെ, അപ്പോൾ 400 × 25/100 ചെയ്താൽ എത്രയാണ്? 400ൽ 100 4 പ്രാവശ്യം പോകും. അപ്പോൾ 4 × 25 എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ 400ൻ്റെ 25% എത്രയാണ്? 100 വരിക. അപ്പോൾ എക്സിൻ്റെ y% കാണുന്നെങ്കിൽ x × y/100 കൊണ്ട് ഗുണിക്കുക എക്സിന്. എങ്കിലും വീഡിയോ പോസ് ചെയ്തിട്ടേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. 160ൻ്റെ 15% എത്രയാണെന്നുള്ളത്. ഓക്കെ, കിട്ടിയാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്ത്. 160ൻ്റെ 15% എത്രയാണ്? 160 × 15/100 ചെയ്യാം. അപ്പോൾ 15/100 ചെയ്യുമ്പോൾ 0 0 പോകുമ്പോഴന്ന് 10ൽ 5 2 പ്രാവശ്യം, 15ൽ 5 3 പ്രാവശ്യം അല്ലേ. 2 16ൽ എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും.
അപ്പോൾ 8×3 എത്രയാണെന്ന് കിട്ടും? 24 എന്ന് കിട്ടും. അപ്പോൾ 24 നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇനി അല്ലാതെ ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാതെ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? 160ന്റെ 15% കാണാൻ എന്താ ചെയ്യേണ്ടത്? 160ന്റെ 15% കാണാം. 160ന്റെ നോക്കിക്കോളെ, 160ന്റെ 10% കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? എല്ലാ സംഖ്യയുടെ അവസാനം ഒരു 0 ഉണ്ടെങ്കിൽ ആ 0 ഒഴിവാക്കും. അപ്പോൾ 160ന്റെ 10% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 16 ആയിരിക്കും. ഓക്കെ, ഇനി 10% കിട്ടിയ 5% കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയതിൻ്റെ നേരെ പകുതി കണ്ടാൽ മതി. അപ്പോൾ 10% 16 ആണെങ്കിൽ 5% എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന 15% അല്ലേ? സോ 15% കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതിയല്ലോ. 10%വും 5% കൂട്ടിയാൽ പോരെ. അതായത് 16 8 കൂട്ടണം. 16 8 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 24 എന്ന് കിട്ടും. അപ്പോൾ 24 എന്ത് ഇതിൻ്റെ ശതമാനത്തിലുള്ള വാല്യൂ. 15% നടന്ന് 24. ഇനി വേറൊരു മോഡൽ നോക്കിയേ. ഈ ഒരു മോഡലിൽ എങ്ങനെയാണ് പറയുന്നത്? 8ന്റെ എത്ര ശതമാനമാണ് 10 എന്നാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 8ന്റെ എത്ര ശതമാനമാണ് 10? അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? 8ന്റെ x ശതമാനമാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കാണുക? 8 × x/100 എത്ര? 10. അപ്പോൾ x എത്രയായിരിക്കും? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 8 അങ്ങ് വലത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ x = 10 × 100 എത്ര എന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 10 × 100 8 ചെയ്ത് എത്രയാ? 8. 8ൽ 4 2 പ്രാവശ്യം പോകും. 100ൽ 4 25 പ്രാവശ്യം പോകും. ഇനി 2 10ൽ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. അപ്പോൾ 5 × 25 ചെയ്താൽ എത്ര കിട്ടും? 125 എന്ന് കിട്ടും. അപ്പോൾ 125% എന്ത്? 8ന്റെ എത്ര ശതമാനമാണ് 10 എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ടൈപ്പാണ്, അടുത്ത മോഡലാണ്. അതായത് ഒരു ശതമാനത്തിലുള്ള വർധനവ് അല്ലെങ്കിൽ ശതമാനത്തിലുള്ള കുറവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ 16 എന്നുള്ള സംഖ്യ 24 മാറ്റിയാൽ ആ 16ന്റെ എത്ര ശതമാനത്തിലെ വർധനവുണ്ടായി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് നേരെ തിരിച്ചും ചോദിക്കാം. ഇപ്പോൾ 30 എന്നുള്ള സംഖ്യ 25 ആക്കിയാൽ എത്ര ശതമാനം കുറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെ കാണാം? ഇതെങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ന്യൂ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. അപ്പോൾ ഞാൻ 16നെ 24 ആക്കിയാൽ അവിടെ ശതമാനത്തിലുള്ള വർധനവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ന്യൂ വാല്യൂ എന്ന് വെച്ചാൽ ഇവിടെ 24 മൈനസ് ഇനീഷ്യൽ വാല്യൂ അത് എത്രയാ? 16 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ ആദ്യമുള്ള വാല്യൂ. അപ്പോൾ അത് എത്രയാ? 16 ഇൻറ്റു എത്ര ചെയ്യുക? 100 ചെയ്യുക. അപ്പോൾ 24ന് 16 വെച്ചാൽ എത്രയാ? 8. 8/16 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 8/16 ഇൻറ്റു 100 ചെയ്താൽ എത്രയാ? 8 14 2 പ്രാവശ്യം പോകും അല്ലേ? അപ്പോൾ 100/2 എന്ന് വരും. 100/2 എന്ന് വെച്ചാൽ എത്രയാ? 50%. അപ്പോൾ 50%ൻ്റെ വർധനമാണ് എന്ത് ചെയ്തിട്ടുണ്ട്? 16 24 മാറുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 16 24 മാറുമ്പോൾ 50%ൻ്റെ വർധനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നോക്കണേ. പെർസെൻറ്റേജിലുണ്ടായ വർധനവ് അല്ലെ പെർസെൻറ്റേജിലുണ്ടായ കുറവ് കാണാൻ എങ്ങനെയാണ്? ന്യൂ വാല്യൂ പുതിയ സംഖ്യ മൈനസ് എന്താണ്? പഴയ സംഖ്യ ഡിവൈഡ് ബൈ പഴയ സംഖ്യ ഇൻറ്റു 100 ചെയ്യുക. താഴെ എല്ലാപ്പോൾ രണ്ടിടത്തിലും പഴയ സംഖ്യയാണ്, അത് മറന്നുകൊണ്ട്. ഇനി അടുത്ത മോഡലിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒരു സംഖ്യ x% വർദ്ധിപ്പിച്ചിട്ട് x% കുറച്ചാൽ അതിൻ്റെ എത്രയാണ് കുറവുണ്ടാകുന്നത്? എപ്പോഴും കുറവാണ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ. അപ്പോൾ x²/100% കുറവ് അല്ലെങ്കിൽ നഷ്ടമായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരാളുടെ ശമ്പളം 30% വർദ്ധിപ്പിച്ചു, അതിനുശേഷം 30% കുറച്ചു അല്ലേ? അപ്പോൾ എത്രയാണ് കുറവുണ്ടാവുക? എപ്പോഴും കുറവാണ് ഉണ്ടാവുക. അപ്പോൾ കുറവുണ്ടാകുന്നത് 30²/100ൻ്റെ കുറവാണ് ഉണ്ടാവുക. 30²/100 എന്ന് വെച്ചാൽ എത്രയാണ്? 900 / 100 എന്ന് വരും. അപ്പോൾ 2 0 വെട്ടിയാൽ 9%ൻ്റെ കുറവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തൊരു മോഡലാണ്. എക്ക് ബിയേക്കാൾ x% കൂടുതലെങ്കിൽ ബിക്ക് എയേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു ഇക്വേഷൻ, ഒരു സിമ്പിൾ ട്രിക്കാണത്. അല്ലാതെ പല മെത്തേഡിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? x/100 + x ചെയ്തിട്ട് എന്ത് ചെയ്യുക? 100% ഇൻറ്റു 100 ചെയ്യുക. അത്രയും പെർസെൻറ്റേജ് ആയി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ്. എന്നാൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് x/100 + x കേട്ടോ. x/100 + x. ഇവിടെ ഓർത്തുകൊണ്ട ഒരു കാര്യമുണ്ട്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലാണ് ഇത് ആക്കാവും. ഇനി കുറവാണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്യണം. ആ ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട് ഞാൻ. 100 മൈനസ് ചെയ്യണം 100ന്ന്. ഇപ്പോൾ എക്ക് ബിയേക്കാൾ x% കുറവാണെങ്കിൽ ബിക്ക് എയേക്കാൾ എത്ര ശതമാനം കൂടുതലായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ മാറിയാൽ എന്ത് ചെയ്യണം? x/100 - x × 100 ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് x/100 + x × 100 ചെയ്താൽ ആൻസറായി. അപ്പോൾ x എന്ന് പറയുന്നത് എത്രയാണ്? 25. അപ്പോൾ 25 / 100 + 25 ചെയ്താൽ എത്രയാണ്? 125 ഇൻറ്റു 100 ചെയ്യാം.
അപ്പോൾ 25 125 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. 100/5 ചെയ്താൽ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പോൾ 20% ആൻസർ ആയിട്ട് വരിക ഇവിടെ. അപ്പോൾ മറ്റേതിൻ്റെ എന്തായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ? ഇപ്പോൾ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെ 25% കുറവാണെങ്കിൽ അപ്പോൾ അവിടെ ചെയ്യേണ്ടത് 25/100 - 25 ചെയ്യുക. അപ്പോൾ എത്ര വരും? 75 ഇൻറ്റു എത്ര? 100. അപ്പോൾ 25 75-ന് 3 പ്രാവശ്യം പോകും. അപ്പോൾ 100/3 എന്ന് വരും. 100/3 എന്ന് വെച്ചാൽ എത്രയാണ്? 33 1/3% കേട്ടോ, അത്രയാണ് വരിക. ഇനി അടുത്തൊരു മോഡലാണ് എക്സിൻ്റെ വൈ ശതമാനം എന്ന് പറയുന്നത് വൈയുടെ എക്സ് ശതമാനത്തിന് എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതായത് അത് ചില കേസിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 40ൻ്റെ 50% എന്നുള്ളത് എന്താണ്? 50ൻ്റെ 40% തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് നമുക്ക് ഇപ്പോൾ 50% കാണാൻ പെട്ടെന്ന് കഴിയാം. നമുക്കറിയാമല്ലോ 50% കാണാൻ ചെയ്താൽ മതി, നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ 50ൻ്റെ 40% ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കണ്ടാൽ മതി? അതിന് പകരം 40ൻ്റെ 50% കണ്ടാൽ മതി. അപ്പോൾ 40ൻ്റെ 50% എന്ന് വെച്ചാൽ 40ൻ്റെ പകുതി ആയിരിക്കും, അതായത് 20 ഇതിൻ്റെ ആൻസർ വരും. ഇപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഇതാ നോക്കെ, 25ൻ്റെ 15% ഡാഷിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 25ൻ്റെ 15% എന്ന് പറയുന്നത് 15ൻ്റെ എത്ര ശതമാനമാണ്? 25%. അപ്പോൾ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലോ, ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 50ൻ്റെ എത്രയാണ്? 24% കാണണം. 50ൻ്റെ 24%. അപ്പോൾ ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 24ൻ്റെ 50% കണ്ടാൽ മതി. 24ൻ്റെ 50% കാണാൻ എന്ത് ചെയ്താൽ മതി? 24ൻ്റെ പകുതിയെ കണ്ടാൽ മതി. അപ്പോൾ 24ൻ്റെ പകുതി എത്രയാണ്? 12 നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തൊരു വേറൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 20 രൂപയുടെ എത്ര ശതമാനമാണ് 20 പൈസ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ രണ്ട് ക്വാണ്ടിറ്റിയും ഒരേ യൂണിറ്റിലായിരിക്കണം കേട്ടോ. ഇപ്പോൾ രൂപയും പൈസയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും ഒന്നെങ്കിൽ രൂപയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പൈസയിലേക്ക് മാറ്റണം. ഇപ്പോൾ 20 പൈസ, ഇപ്പോൾ 20 എന്ന് അവിടെ വെക്കുക, ഡിവൈഡ് ബൈ 20 രൂപ എന്നുള്ള പൈസയിലേക്ക് മാറ്റുമ്പോൾ എത്ര ചെയ്യണം? 20 ഇൻറ്റു എത്ര എന്ന് ചെയ്യണം? 100 ചെയ്യണം അല്ലേ? 20 ഇൻറ്റു 100 അല്ലേ? കാരണം ഒരു പൈസ എന്ന് വെച്ചാൽ 100 പൈസ എന്ന് വെച്ചാൽ 1 രൂപയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ 1% ആണ് എന്ത്? 20 രൂപയുടെ എത്ര ശതമാനമാണ് 20 പൈസ എന്ന് പറയുന്നത്? 1% ആണ്. ഇതാണ് പേഴ്സൻറ്റേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മോഡൽസുകളൊക്കെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ PYQ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? എടുത്തിട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ചാനലിൽ നിന്നൊക്കെ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അതിൽ എത്ര ശതമാനത്തിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വന്നിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യണം. കാരണം പെർസെൻറ്റേജൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക്കിനൊക്കെ എന്താണ് ഇത് ആവശ്യമുള്ളതാണ് പെർസെൻറ്റേജ്. നമുക്ക് പ്രോഫിറ്റ് ലോസ് കാണാനെങ്കിലും അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനാണെങ്കിലും ഒക്കെ എന്താണ് പെർസെൻറ്റേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പെർസെൻറ്റേജ് എന്നുള്ളത് നല്ല വൃത്തിക്ക് പഠിക്കേണ്ടത് എന്താണ് എപ്പോഴും ആവശ്യമാണ്. കാരണം എല്ലാ ടോപ്പിക്കിലും അത് ഇടയ്ക്കിടയ്ക്ക് കാര്യം വരാറുണ്ട്. അപ്പോൾ ഇതോടെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത വേറെ ടോപ്പിക്കിൻ്റെ മോഡൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.